ഖലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജറിനെ വധിക്കുവാനുള്ള പദ്ധതിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിവുണ്ടായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന കാനഡ മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കെതിരെയുള്ള അപകീർത്തി പ്രചാരണമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ. കാനഡയിലെ ഗ്ലോബ് ആൻഡ് മെയിൽ ദിനപത്രമാണ് പേര് വെളിപ്പെടുത്താത്ത കനേഡിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തെക്കുറിച്ച് അറിയാമായിരുന്നതായി റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും വിദേശകാര്യമന്ത്രിയും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും കാനഡ ആരോപിച്ചിരുന്നു. മനഃപൂർവ്വമായി ഇത്തരത്തിലുള്ള അസംബന്ധമായ പ്രസ്താവനകൾ ഒരു മാധ്യമത്തിന് നൽകിയ ഉദ്യോഗസ്ഥരെ കനേഡിയൻ സർക്കാർ പുറത്താക്കണമെന്നും രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. കനേഡിയൻ പൗരനായ ഹർദീപ് സിംഗ് നിജ്ജർ 2023 ജൂണിലാണ് വാൻകൂവറിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധത്തിനെ ഉലച്ചിൽ നേരിടാൻ ആരംഭിച്ചു. ഇന്ത്യക്കെതിരെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപണവുമായി രംഗത്തെത്തിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ഒക്ടോബറിൽ കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് വർമ്മയെയും മറ്റു ചില നയതന്ത്ര ഉദ്യോഗസ്ഥരെയും നിജ്ജറിന്റെ വധത്തിൽ കാനഡ ബന്ധപ്പെടുത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിയതായും കാനഡ സർക്കാർ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് കാനഡയിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരെ ഇന്ത്യയും പുറത്താക്കി. കാനഡയുടെ മണ്ണിൽ കനേഡിയൻ പൗരന്മാർക്കെതിരെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിലൂടെ മൗലികമായ പിഴവാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് താൻ കരുതുന്നതെന്നും അത്തരം നടപടികൾ തങ്ങൾക്കൊരിക്കലും സ്വീകാര്യമല്ലെന്നും ട്രൂഡോ പ്രസ്താവിച്ചു. നിരോധിത ഭീകരവാദി സംഘടനയായ ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ ബുദ്ധികേന്ദ്രമായ നിജ്ജർ കേന്ദ്ര സർക്കാരിന്റെ പിടികിട്ടാപ്പുള്ളികളുടെ പട്ടികയിൽ പ്രധാനിയായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ നിജ്ജറിന്റെ തലയ്ക്ക് ഭീകരവാദ വിരുദ്ധ ഏജൻസിയായ NIA 10 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു.